ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സൂപ്പർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴോ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഫോണിലുള്ള SD കാർഡോ ഫോട്ടോസോ നമ്മുടെ ഒരു എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിലീറ്റാക്കി കളയും, അറിയാതെ ഡിലീറ്റായിപ്പോവും. സോ നമ്മളത് തിരിച്ച് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി ടെൻഷൻ പിടിക്കും. അയ്യോ ഇത് പോയല്ലോ, എങ്ങനെ എടുക്കും, എന്താണെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല. മീൻസ് എങ്ങനെ പോയി ഏതാന്നൊക്കെ നമ്മൾ അറിയാതായിരിക്കും അത് ഡിലീറ്റായി പോകുന്നത്. അതുപോലെ നമ്മൾ റിക്കവറി ചെയ്യാൻ നമ്മൾ ഒത്തിരി ടെൻഷൻ പിടിക്കും, എങ്ങനെ പോയി ഏതാന്നൊക്കെ. സോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ഫോട്ടോ ആയിരിക്കും ഡിലീറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫോട്ടോ തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ഒരു നല്ലൊരു സൂപ്പർ ആപ്ലിക്കേഷനാണ് എനിക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഡംസ്റ്റർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോസും അതുപോലെ ഫയൽസും വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി പോകുന്ന സാധനങ്ങളെല്ലാം റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പേരാണ് ഡംസ്റ്റർ റിക്കവറി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആപ്ലിക്കേഷൻ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. മീൻസ് നമ്മുടെ ഒരു ഫോട്ടോസ് ആകട്ടെ വീഡിയോസ് ആകട്ടെ നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ആക്കി കളയും. അതിന് നമ്മൾ പിന്നെ ചിന്തിക്കുമോ, നമ്മുടെ ഒരു ഫോട്ടോസ് ഇല്ലല്ലോ, ആ ഒരു ഫോട്ടോ വേണമായിരുന്നു, ആ ഒരു വീഡിയോ വേണമായിരുന്നു, ഇതെങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒരു ഫോൺ SD കാർഡ് ഫില്ലായി നമ്മൾ ഡിലീറ്റ് ആക്കി കളയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ഡിലീറ്റ് ആയ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു ഓപ്ഷനുള്ള ആപ്ലിക്കേഷനാണ്. എല്ലാം ഡിലീറ്റ് ആയത് തിരിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമല്ലേ. സോ നമ്മുടെ ഈ ഡിലീറ്റ് ആയ സാധനങ്ങളെല്ലാം റിക്കവറി ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഒരു ഫയൽസ് ആകട്ടെ വീഡിയോസ് ആകട്ടെ അതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആകട്ടെ എന്ത് ഡിലീറ്റ് ആയാലും റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷനാണ്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു സീക്രട്ട് സംഭവം കൂടിയുണ്ട്. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലോക്ക്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ആക്കി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും പ്രൈവസി ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അതൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ലോക്ക്. സോ എല്ലാത്തിനും കൂടി ഈ ഒരു നല്ല സൂപ്പർ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഒരു പ്രൈവസി വേറെ ഒരാളും നമ്മുടെ ഫോൺ എടുക്കാതിരിക്കാനും നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ നമ്മുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വാട്സാപ്പ് ഒന്നും എടുത്ത് നോക്കാതിരിക്കാനും ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിനകത്ത് പിന്നുണ്ട് ആൻഡ് നമ്പർ ലോക്കുണ്ട്, നെയിം ലോക്കുണ്ട്, ഫിംഗർ പ്രിൻ്റും ഉണ്ട്. സോ ഇത്രയും ഓപ്ഷൻസും കൂടി ഇതിനകത്തുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ബമ്പർ ഓഫറാണ് അടുത്തത് ലോക്കറോ എന്ന് പറയുന്നത്. സോ 2 ആപ്ലിക്കേഷൻ ഇന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇതുവഴി നമുക്ക് നമ്മുടെ ഫോട്ടോസ് റിക്കവറി ചെയ്യാം, വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കിയ സ്റ്റോർസ് എല്ലാം റിക്കവറി ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഒരു എല്ലാ വാട്സാപ്പും വീഡിയോസ് എല്ലാം കൂടി നമ്മുടെ പ്രൈവസി എല്ലാം അതിനകത്ത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഒന്നാമത് നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് റിക്കവറി ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതിനകത്ത് ലോക്കും കൂടിയുണ്ട്. സോ ആപ്ലിക്കേഷൻ ലോക്കാണ്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ആൻഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കി കഴിയുമ്പോൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് നമുക്ക് ആപ്ലിക്കേഷനിൽ പോകാം. ആൻഡ് ഡംസ്റ്റർ ദി ഫ്രീ ടു മേക്ക് മിസ്റ്റേക്സ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോസോ എന്തെങ്കിലും നമ്മൾ ഡിലീറ്റ് ആക്കിയെന്ന് വിചാരിക്കാം. നമുക്ക് റീസൈക്കിൾ ബിൻ എന്ന് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഗാലറി റിക്കവറി എന്നുണ്ട്, ആൻഡ് തീംസ് എന്നുണ്ട്, ക്ലൗഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പാസ്കോഡ് ടു ആഡ്സ്, സ്റ്റാർട്ട് ഇൻ ഫ്രീ ട്രയൽ എന്ന് നോക്കാം. ആൻഡ് നമ്മൾ ഇവിടെ ക്യാൻസൽ കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആൻഡ് നമുക്കിപ്പം പെർമിഷൻ ചോദിക്കുന്നു, ഓക്കെ പെർമിഷൻ കൊടുക്കാം. ആൻഡ് നമുക്കിപ്പോൾ ട്രൈ ഇറ്റ് നൗ. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എന്തെങ്കിലും നമ്മൾ ഡിലീറ്റ് ആക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ആക്കിയതാണ്. സോ ഇത് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറയുന്നു. സോ വാച്ച് ആൻഡ് ആഡ്. ഇത് ആഡ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഇത് റീസ്റ്റോർ ചെയ്തുള്ളൂ. സോ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ആക്കിയെന്ന് വിചാരിക്കാം, അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആൻഡ് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ നല്ലൊരു റേറ്റിംഗ് ഉണ്ട്, 4.0 റേറ്റിംഗ് ഉണ്ട്. ആൻഡ് 50 മില്യൺ മെമ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ദി ബെസ്റ്റ് ഫോട്ടോ റിക്കവറി ടൂൾ എന്നാണ് കാണിക്കുന്നത്. ഓവർ 50 മില്യൺ മെമ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നത്. ആൻഡ് ഡിലീറ്റ് എ ഫോട്ടോ ആൻഡ് ആക്സിഡൻ്റലി, നിങ്ങൾ ആക്സിഡൻ്റലി ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ അത് നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റും. ആൻഡ് റിസ്റ്റോർ ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി. കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി റിക്കവറി ചെയ്യാൻ പറ്റും.
അതുപോലെ ഡിലീറ്റ് ആയ വീഡിയോസ് ആകട്ടെ, ഫോട്ടോസ് ആകട്ടെ, നിങ്ങളുടെ എന്തെങ്കിലും ഫയൽസ് ആകട്ടെ, എല്ലാം നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റും. ആൻഡ് നെവർ ലൂസ് എനിത്തിങ് എഗെയിൻ. അപ്പം നമുക്കിനിയും നമ്മളൊന്നും ലൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് പ്രൈവറ്റ് കംസ് ഫസ്റ്റ്, പ്രൈവസി കംസ് ഫസ്റ്റ്. ആൻഡ് ഇതിനകത്ത് ലോക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോക്ക് ആട്ടെ ലോക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഓപ്ഷനും കൂടി ഉണ്ടെന്ന് ഇവർ പറയുന്നത്. സേവ് സ്പേസ് വിത്ത് ക്ലൗഡ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഈ ക്ലൗഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സേവ് ആക്കുന്നത് നമ്മുടെ ഫോട്ടോസ് എല്ലാം. സോ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്, നല്ല റേറ്റിംഗും ആൻഡ് അത്രയും പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആബ്സല്യൂട്ട്ലി നല്ലൊരു ആപ്ലിക്കേഷനെന്ന് പറയാം. സോ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. സോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒത്തിരി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.